മച്ചാമാരെ നമസ്കാരമുണ്ട്. വണ്ടിക്കാരനാണ്. അപ്പോൾ ഇന്നത്തെ സന്തോഷ വാർത്ത എന്താ വെച്ചാൽ ഇന്ന് നമുക്കൊരു ട്രിപ്പ് ഉണ്ട്. രാത്രി 12 മണിക്ക് വണ്ടി കൊടുക്കണ്ടേ. എങ്ങോട്ടേക്കാണ് സ്ഥലം എന്ന് വെച്ചാൽ നമ്മളെ വാഗമണ്ണും മൂന്നാറിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ബാഗൊക്കെ അവിടെ ലോഡാക്കി വെച്ചിട്ടുണ്ടോ. ബാഗൊക്കെ ചെറിയൊരു ബാഗേ ഉള്ളൂ, ഒരു 3-4 ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്, അതിപ്പം കാണിച്ചു തരാം. പിന്നെ രാത്രി വണ്ടി ഓടിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഇപ്പം നൈറ്റൊക്കെ ലോങ് ഓടാനുണ്ടെങ്കിൽ തീർച്ചയായും ഹെവി ഫുഡൊന്നും കഴിക്കരുത്. അപ്പം ഞാനിപ്പോൾ കഴിക്കുന്ന സംഭവം വെച്ചാൽ ഇതാ കാണിച്ചു തരാം. നിങ്ങൾ ചിരിച്ചു പോകും. കഞ്ഞി നമ്മളെ സാധാ കഞ്ഞി, ചോറിൻ്റെ കഞ്ഞി ഇതാ ഞാൻ കുടിക്കുക രാത്രി. കാരണം എനിക്ക് എന്താ വെച്ചാൽ ഇപ്പം 12 മണിക്ക് വണ്ടി എടുത്തിട്ട് രാവിലെ ഒരു 8 മണി വരെ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ രാത്രി ഇങ്ങനത്തെ ഫുഡ് കഴിക്കുക. കാരണം ഇത് പോയി ശരീരത്തിൽ നല്ല എനർജിയും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കുക. ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വേർപ്പിടുന്നുണ്ടോ. ഇപ്പോൾ സമയം ഒരു 10:30 ആയിക്കുള്ളൂ. അപ്പോൾ കഞ്ഞി കുടിക്കട്ടെ, ബാക്കി വിശേഷം പിന്നെ കാണട്ടോ. അച്ഛാമാരെ ഇപ്പോൾ കഞ്ഞി കുടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ലാസ്റ്റ് തോർത്തൊന്നും എടുത്തേക്കാനുള്ളൂ. ബാക്കിയെല്ലാം ബാഗിൽ കയറ്റി ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്നാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയം 11 മണിയായി. എല്ലാ ദിവസത്തിൻ്റെ തൊട്ട് താമസം തന്നെയാണ് ഇന്ന്. ചെരുപ്പൊക്കെ പിന്നെ ഇവിടെ എപ്പോൾ സെറ്റപ്പിൽ ഇവിടെ കെക്കിയൊക്കെ വെക്കും. പിന്നെ കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്ന വണ്ടിയല്ലേ, അപ്പോൾ അതിൻ്റെതായ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടേ. അപ്പോൾ ബാക്കി വിശേഷം പിന്നെ കാണട്ടോ. അച്ഛന്മാരെ ഇപ്പോൾ വണ്ടിക്കാരാണ്. ഞാനിപ്പോൾ വണ്ടീൻ്റെ അടുത്ത് എത്തി. നമ്മൾ ചെക്കൻ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പം പാർട്ടിനെ എടുക്കാൻ പോകണം. 12:30 ആയിക്കില്ല, കുറച്ചുകൂടി സമയമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടീൻ്റെ ഉള്ളിൽ കാണിച്ചെന്നില്ലല്ലോ ഫുള്ളായിട്ട്. അതിപ്പം കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കൻ്റെ ഉള്ളിൽ കേട്ടോ. അന്ന് ഉള്ളിൽ ഇങ്ങനെ ഇത്ര ക്ലിയറിൽ കിട്ടിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ പാർട്ടീനെ എടുക്കാൻ ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ സമയം കൂടി ഉള്ളതിനെ കൊണ്ടുവന്നുള്ളത് കാണിച്ചു തന്നു കേട്ടോ. നമുക്ക് നല്ല അടിപൊളി ടി വി ഒക്കെ വെക്കുക. ടി വി പിന്നെ ഇത് ലൈറ്റ് കുറച്ചുകൂടി ഓണാക്കാനൊക്കെ ഉണ്ട്. ഓരോ പല ലൈറ്റുകളാണ്. പിന്നെ അധികം ആകുമ്പോൾ ഓവറായിട്ട് ലൈറ്റിൻ്റെ വേറെ ചിന്തിക്കുന്നില്ല. നോർമൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുള്ള അയ്യ രീതിയല്ലേ നല്ലത്. അപ്പം ബാക്കി വിശേഷം ഈ കുറച്ചിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഗസ്റ്റിൻ്റെ വീട്. ഇവിടെ നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആരും ഇറങ്ങിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു 12:30 ആകുന്നു. നമ്മളിങ്ങനെ പുറത്തുനിന്ന് വെയിറ്റിംഗ് ആണ്. അങ്ങനെയെല്ലാം കൂടി പാലിയക്കര ടോൾ പ്ലാസ് എത്താനേ. ഇനിയിപ്പം എന്ന് വെച്ചാൽ ഒരു കട്ടനടിക്കണം. സമയം കുറച്ച് ലേറ്റായി. രാത്രി 12:30 ഇറങ്ങി. സമയം എത്രയാടാ? 4:00 അറിയാം. കട്ടൻ വേണോ? ഞാനിപ്പോൾ ഇവിടെ കട്ടൻ അടിക്കും. അല്ല, നമ്മൾ ഈ സ്ഥാനത്തൊരു കട്ടൻ അടിക്കും. അത് വന്നാലില്ലെങ്കിലും നമ്മളൊരു ടൈമിങ് അങ്ങനെയാണ്. പള്ളി എനിക്ക് കിട്ടാൻ ചാൻസ് കുറവാ. പള്ളി ഇനിയിപ്പം ബൈപ്പാസ് ആയിക്കോട്ടെ നോക്കട്ടോ. എന്നെങ്കിൽ കൊച്ചി എത്തിക്കഴിഞ്ഞാൽ പള്ളി കിട്ടണ തന്നെ ഉള്ളിലോട്ട് കയറണം. പിന്നെ ഇപ്പോൾ സമയം 5 മണിയായി. 5 മണിയായാലും അവർക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ പെരുമ്പാവൂരിലൊരു പള്ളിയിൽ നിർത്തിയതാണ്.
ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂറിന് മുകളിലുണ്ട് വാഗമണിലേക്ക്. 8:30 മണിയൊക്കെ ആകുന്നേക്ക് എന്തായാലും വാഗമൺ എത്തും. പിന്നെ അവിടെ നിന്ന് ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്തായാലും ഈ സൈഡ് സീനിൽ പോകുള്ളൂ. പിന്നെ അവിടെ എത്തിയിട്ട് വേണം എനിക്കൊന്ന് ലേശം ഉറങ്ങാൻ. 12 മണിക്ക് എടുത്ത വണ്ടിയല്ലേ, അപ്പം അതിൻ്റെതായ കുറച്ച് ചെറിയ ക്ഷീണമുണ്ട്. ഇപ്പോൾ സമയം 5:30 അപ്പോൾ ബാക്കി വിശേഷം എന്തായാലും ഇനിയിപ്പോൾ വാഗമണിൽ എത്തിയിട്ട് കാണാം കേട്ടോ. ഇവിടുന്ന് വണ്ടിയിൽ ഇപ്പോൾ എടുത്താൽ നേരെ വാഗമൺ, വേറെ എവിടെയും സ്റ്റോപ്പില്ല. ഹലോ മച്ചമ്മരെ, വണ്ടിക്കാരാണേ. ഞാനിതപ്പോൾ വാഗമണിലെത്തി. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ എത്തി. 8 മണിക്ക് കറക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ രാവിലെ ചായ അടിക്കുക. നമ്മളെ ടീം ഗസ്റ്റൊക്കെ അപ്പുറം അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളെ വണ്ടി അപ്പുറമുണ്ട്. ബാക്കി ഇനി വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. നല്ല വൈബാട്ടോ ഈ രാവിലെ തന്നെ ഇവിടെ നിന്ന് ചായ കുടിക്കുക വെച്ചാൽ ഈ തണുപ്പത്ത്. എന്തെങ്കിലും സ്ഥലം നോക്കുന്നു. ഇത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. വാഗമണിൽ ആദ്യം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, എന്നാലും കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. വണ്ടികളൊക്കെ ഇങ്ങനെ വന്ന് കയറി തുടങ്ങുന്നേ ഉള്ളൂ. ഉണ്ടല്ലേ, ഒരുപാട് വണ്ടികളിങ്ങനെ വരുന്നോണ്ടിരിക്കുന്നുണ്ട്. വണ്ടികളിങ്ങനെ പെട്ടെന്ന് കാണൂല. എല്ലാം റോഡിൻ്റെ ഓരോ ഭാഗത്താണ് ഉള്ളത്. കറങ്ങി ചുരമാണല്ലോ ഫുള്ളായിട്ട്. നമ്മളെ ഗസ്റ്റൊക്കെ അതാ എല്ലാവരും ഇതാ അവിടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കുക. അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ എന്താ വെച്ചാൽ ഇന്നത്തെ ഉറക്ക ക്ഷീണമെല്ലാം കഴിഞ്ഞ് ഞാനെന്താക്കി വെച്ചാൽ ഓല ഒരു 9:30 നമ്മളെ മുട്ടക്കുന്നിലിറക്കി. ഇപ്പം സമയം 11 മണിയായി. അതുവരെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ നല്ലൊരു സുഖം കേട്ടോ. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഓണത്തിൻ്റെ വെക്കേഷൻ കഴിഞ്ഞതിനെ കൊണ്ട് നല്ല തിരക്കാണ്. അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. കാരണം വണ്ടിയുടെയും പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ വേറെ ഒന്നും വിചാരിക്കണ്ട. ഇനിയിപ്പോൾ നാളെ വാഗമണിൽ ഓഫ് റോഡ് ട്രക്കിങ് പോകുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഓല കൂടെ പോകും. അതിൻ്റെ വീഡിയോ എന്തായാലും വേറെ അപ്ഡേറ്റ് വരും. എന്നിട്ട് വാഗമണിന് നാളെ വേറെ ഇങ്ങോട്ടേക്ക് മൂന്നാറിലേക്ക്. നാളെ ഈവനിങ് വാഗമണിന് മൂന്നാറിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ വീഡിയോ വേറെ വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ബെല്ലൈക്കണും മറ്റേ സബ്സ്ക്രൈബറില്ലേ ആ സാധനം ഒന്ന് പിടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു. അടുത്ത നല്ലൊരു വീഡിയോ വരും കേട്ടോ. ഓക്കെ, ബൈ.